മഞ്ജു വാര്യറും ദിലീപും പിരിയാനുണ്ടായ കാരണം കാവ്യാമാധവനാണ്. കാവ്യാമാധവൻ ഇവരുടെ ലൈഫിലേക്ക് വന്നതാണ് പിരിയാനുണ്ടായ കാരണം എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയാനുണ്ട്. അതായത് കാവ്യാമാധവൻ മാത്രമല്ല, കാവ്യാമാധവൻ ഒരു നിമിത്തമായി എന്ന് മാത്രമാണ്, അല്ലാതെ പൂർണ്ണമായിട്ടും കാവ്യാമാധവനുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ കാവ്യാമാധവനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നതിൽ യാതൊരു വിധ അർത്ഥവുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഹിതദാസ് എന്ന് പറയുന്ന സംവിധായകൻ മരിക്കുന്നതിന് മുമ്പേ ഇവരെല്ലാവരും കൂടി ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ആ സിനിമ നടന്നിട്ടില്ല. അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ലോഹിതദാസിൻ്റെ ആലുവയിലുള്ള വീട്ടിൽ വെച്ച് നടന്നിരുന്നു. അപ്പോഴേ പ്രൊഡ്യൂസറായിട്ട് തീരുമാനിച്ചത് മഞ്ജു വാര്യരെയാണ്. ദിലീപും മഞ്ജു വാര്യറും ചേർന്നിട്ടായിരിക്കും ആ സിനിമ നിർമ്മിക്കുന്നത്. ദിലീപാണ് നായകൻ, അതുപോലെ തന്നെ സല്ലാപത്തിൻ്റെ സംവിധായകനായിരിക്കാം അതിൻ്റെ സംവിധായകൻ എന്നൊക്കെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അതായത് ഈ മഞ്ജു വാര്യർക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് വരണം, എന്തെങ്കിലും ഒരു റോള് സിനിമയിലേക്ക് എന്തെങ്കിലും ഒരു റോളിൽ സിനിമയിലേക്ക് വരണം എന്ന് നിർബന്ധം പിടിച്ചപ്പോഴാണ് ദിലീപ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ദിലീപിന് മഞ്ജു വാര്യർ അഭിനയിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കല്യാണം കഴിച്ച അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി നീ അഭിനയിക്കാൻ പോകേണ്ട. പക്ഷെ ദിലീപ് പുറത്തു പറയുന്നത് ഇതാണ്, മഞ്ജുവിന് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ, മഞ്ജുവിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്ന്. പക്ഷേ സംവിധായകന്മാർ കഥയുമായിട്ട് സമീപിക്കുമ്പോൾ പറയുന്നത് മഞ്ജു വാര്യർ അഭിനയിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെക്കാട്ടിയും മുകളിൽ പോകുമോ ഭാര്യ എന്നുള്ളൊരു ഭയം ദിലീപിന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് നല്ല രീതിയിൽ പൊളിഞ്ഞു പോയിരുന്നു. പിന്നീട് ജോക്കർ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് കയറി വന്നത്. അങ്ങനെ പൊളിഞ്ഞപ്പോഴും മഞ്ജു വാര്യർ അഭിനയിച്ചു കഴിഞ്ഞാൽ തന്നെക്കാൾ മേലെ പോകും, അത് പിന്നീട് തനിക്കൊരു കുരിശായി മാറും. കാരണം നല്ല രീതിയിലുള്ള ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ദിലീപ്. അല്ലാതെ ദിലീപ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പോലെ ഒരു പാവം പയ്യനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അയാൾ ആലുവ ഭാഗത്ത് തോണിയും കുത്തി അതുപോലെ തന്നെ മിമിക്രിയും കാണിച്ച് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ മണപ്പുറത്ത് ശിവരാത്രി വരുമ്പോൾ എന്തെങ്കിലും കച്ചവടവും ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാകും. പക്ഷെ ദിലീപ് എന്ന് പറയുന്നത് ഒരു കൂർമ്മ ബുദ്ധിക്കാരൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുണ്ടാക്കുക എന്ന് തന്നെയാണ്. അതോടുകൂടിയിട്ട് തൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു മനസ്സും കൂടിയുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ചില സഹായങ്ങളൊക്കെ തനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മനസ്ഥിതിയുണ്ട്. എല്ലാം കൂടി തനിക്ക് വേണം എന്നുള്ള ഇതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പല ആൾക്കാരെയും അതായത് ഫീൽഡിൽ നിന്നും ഔട്ടായവരെ വരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു തുക സന്തോഷത്തിന് കൊടുക്കുക എന്നുള്ളത് ദിലീപിൻ്റെ ഒരു ചടങ്ങായിരുന്നു. അയാളുടെ പല സിനിമകളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഏതായാലും മഞ്ജു വാര്യർ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ദിലീപിന് പക്ഷേ അത് തീരെ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ എൻ്റെ സിനിമയിലേക്ക് വരണം, അങ്ങനെയാണ് നിർബന്ധം സഹിക്കവയ്യാതെ പിന്നീട് നിർമ്മാതാവായിക്കോളൂ, നമുക്ക് ലോഹിദാസിനെ വെച്ചുള്ള ആദ്യത്തെ സിനിമ തന്നെ ചെയ്യാം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തുന്നതും പിന്നീട് ലോഹിദാസിനെ കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടിയിട്ട് ആ പ്രൊജക്റ്റ് മുടങ്ങുകയും പിന്നീടും പല സമയങ്ങളിലും ഡാൻസ് ആയിട്ടും എന്തെങ്കിലുമായിട്ടും എനിക്ക് വെളിയിൽ പോകണം, ഇനി എനിക്ക് അടച്ചിട്ട വീട്ടിൽ കഴിയില്ല. മീനാക്ഷി ആണെങ്കിൽ 8ാം ക്ലാസ് ആയിരിക്കുന്നു, ഇനിയിപ്പോഴും അവൾക്ക് അമ്മയുടെ അത്ര വലിയ ഒരാവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് പോകണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും അതുമാത്രവുമല്ല സത്യൻ അന്തിക്കാട് പോലെയുള്ള സംവിധായകരോട് പറഞ്ഞിട്ടുമുണ്ട്. ദിലീപിന് പക്ഷേ അത് തീരെ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ സിനിമയിലേക്ക് പോകേണ്ട, ഇനി അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള ആ നിലപാട് ദിലീപിന് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ചാടണം, ഇനി ചാടിയിട്ടാണെങ്കിലും ശരി സിനിമയിൽ അഭിനയിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖമാണ്. അവർക്കൊന്നൊരു നല്ല ജീവിതം കൊടുക്കാൻ മഞ്ജു വാര്യരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതായത് സിനിമയിൽ കത്തി നിൽക്കുന്ന ആ ഒരു അവസരത്തിലാണ് മഞ്ജു വാര്യർ ദിലീപിൻ്റെ ഭാര്യയായത്. അതോടുകൂടി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ മോഹങ്ങളും അസ്തമിച്ചു. കാരണം അയാൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടാണ് ഈ മഞ്ജു വാര്യർ ഒരു കലാകാരിയാക്കിയത്. അയാൾക്കന്ന് ലക്ഷങ്ങളുടെ കടം തന്നെ ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ ഓരോ സമയത്തും കലാകാരിയാക്കുമ്പോഴേ ഒരു ചെറിയ കമ്പനിയുടെ ഒരു മാനേജറായ ഇദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ മഞ്ജു വാര്യർ തൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ചികിത്സ കൊടുക്കണം, അവരൊക്കെ ചെറിയ രോഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ദിലീപ് ഒരു കാരണവശാലും വിടില്ല. പക്ഷെ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം കുളം തോണ്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിനോട് ദേഷ്യമുള്ള ഒരാളുണ്ടായിരുന്നു, നമ്മുടെ ഒടിയൻ്റെ സംവിധായകൻ ശ്രീകുമാരൻ മേനോൻ.
മേനോൻ എന്ന് പറയുന്നയാള്, അദ്ദേഹത്തിന് ദിലീപിനോട് നല്ല ദേഷ്യമുണ്ട്. അവരെങ്ങനെയാണ് തമ്മിൽ തെറ്റിയത് എന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം ഈ ശ്രീകുമാരൻ മേനോന്റെ അമ്മ മരിച്ചപ്പോഴേ അത് ദിലീപിനെ വിളിച്ചപ്പോഴേ ഞാൻ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലൊരു പെരുമാറ്റമാണ് ദിലീപ് നടത്തിയത്. നമുക്കറിയാലോ, ഏത് ശത്രുവായി കഴിഞ്ഞാലും ഒരാളുടെ അമ്മ മരിച്ചു എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം, അയ്യോ കഷ്ടമായിപ്പോയി, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. എന്ത് ദേഷ്യം നമുക്കുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞത് മുഖത്ത് നോക്കി പറയത്തില്ല. പക്ഷെ ദിലീപ് അയാളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് അതിന് ഞാൻ എന്താണ് വേണ്ടത് എന്നുള്ള തരത്തിൽ ആ ഒരു പകയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീകുമാർ മേനോനുമായിട്ട് ദിലീപിന് ആദ്യം നല്ല ബന്ധമുണ്ടായിരുന്നു. കല്യാൺ ജ്വല്ലറിയുടെയൊക്കെ പരസ്യം എടുക്കുന്നത് ശ്രീകുമാരൻ മേനോനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ മേനോൻ അതുകൊണ്ട് തന്നെ ദിലീപിന് അയാളുമായിട്ട് കൂടുതൽ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഇവരുടെ ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നു. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കുടുംബം ഞാൻ കുളം തോണ്ടിക്കും എന്നുള്ള ആ ഒരു ഇതിൽ മഞ്ജു വാര്യരെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒടിയൻ എന്ന് പറയുന്ന സിനിമയിൽ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചു. അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ റോഷൻ ആൻഡ്രൂസിൻ്റെ ഒരു സിനിമ വന്നിരുന്നു. ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെയാണ് അഭിനയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നടന്മാർ, അതായത് കുഞ്ചാക്കോ ഓപനെയൊക്കെ വിളിച്ചിട്ട് പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി എന്നൊക്കെ പിന്നീട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മഞ്ജു വാര്യർക്കും ഇതൊന്ന് പുറത്തേക്ക് വരണം, അതായത് എനിക്ക് ഇനി ജീവിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കുറേ നാൾ കഴിയുമ്പോൾ ഈ കലാകാരിയല്ലേ ഒന്നുമില്ലെങ്കിൽ അവരുടെ മനസ്സിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും. അതായത് തൻ്റെ ജീവിതം ഇതിൽ തന്നെ തളച്ചിടുമോ, അല്ലെങ്കിൽ ഇനി എനിക്ക് പുറലോകം കാണാൻ കഴിയില്ലേ. അതുമാത്രവുമല്ല, ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ദിലീപിനെ കുറിച്ച് വളരെയധികം മോശമായ കഥകളാണ് വരുന്നത്. കാവ്യാമാധവനുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നുള്ള കഥകൾ വരെ വരുന്നു എന്നുള്ള ഒരു കാര്യവും അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ വന്നപ്പോൾ ഏതായാലും ഇത് തന്നെ ഒരു ചാൻസ് എന്നുള്ള രീതിയിൽ മഞ്ജു വാര്യർ അവിടെ നിന്നും ഇറങ്ങി വരികയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മഞ്ജു വാര്യർക്ക് സിനിമയിൽ വരാൻ ഭയങ്കര താല്പര്യവും ദിലീപിനാണെങ്കിലും മഞ്ജു സിനിമയിൽ വരുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ദിലീപിന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യാമാധവനുമായിട്ടുള്ള ചുറ്റിക്കളി ഉണ്ട് എന്ന് പല നടിമാരും കാര്യങ്ങളൊക്കെ മഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പല പ്രാവശ്യം ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇതിനിടയിൽ മഞ്ജു വാര്യർ മറ്റൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ആ ഫ്ലാറ്റിൽ ഒരു ദിവസം ദിലീപ് വന്നപ്പോഴേ അവിടെ വെച്ചിട്ട് അളിയനുമായിട്ട്, അതായത് മധുവാര്യറുമായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു രഹസ്യമായ ഒരു പരസ്യമാണ്. അങ്ങനെ മഞ്ജു വാര്യർക്ക് അവിടെ നിന്നും ചാടണം എന്ന് അതിയായ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു നിമിത്തമായി മാറിയത് കാവ്യാമാധവൻ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ദിലീപ് കാവ്യാമാധവനെ കല്യാണം കഴിക്കില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യാമാധവനെ കല്യാണം കഴിക്കുന്നില്ല, മഞ്ജു വാര്യർ തന്നെ എനിക്ക് മതി എന്ന് ദിലീപ് തീരുമാനിക്കും. പക്ഷെ ദിലീപ് കാവ്യാമാധവനെ കെട്ടാനുള്ള കാരണം അത് മഞ്ജു വാര്യർ തന്നെയാണ്. മഞ്ജു വാര്യർ ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെയാണ് ദിലീപ് കാവ്യാമാധവനെ കിട്ടിയത്. പക്ഷെ ഇവരുടെ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സംശയം ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ തന്നെയാണ്. പല വിദേശ യാത്രകളിലും പോകാറുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലിശ്ശേരിയൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല. ഈ പല്ലിശ്ശേരിയൊക്കെ എങ്ങനെയാണ് ഇവരുടെ റൂമിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്? അതായത് ഇവരുടെ റൂമിൽ പല കാര്യങ്ങളും നടക്കും. ഇപ്പം ഇയാൾ ബോംബെയിൽ കുടിച്ച് ഇത് മതോമത്തനായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ബോംബെയിലുള്ള വലിയ ഹോട്ടലിൻ്റെ അകത്തൊക്കെ ഈ പല്ലിശ്ശേരിയെ പോലെയുള്ള ഒരാൾക്ക് പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ അയാൾ അങ്ങനെയുള്ള ഒരാളെയും കൊണ്ട് പോകുമോ? ദിലീപ് ഒരിക്കലും തന്നെ തന്നെ പാര വെക്കുന്ന ഒരാളെയും കൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർക്കും അതുപോലെ തന്നെ ദിലീപിനായാലും രണ്ടുപേർക്കും തുല്യമായ പങ്കുണ്ട് ഈ വേർപിരിയലിന്. മഞ്ജു വാര്യർക്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണമെന്നും, അതുപോലെ തന്നെ ദിലീപിനാണെങ്കിൽ ഈ മഞ്ജു വാര്യർ പോയി കഴിഞ്ഞാൽ ഞാൻ കാവ്യാമാധവനെ കിട്ടും എന്നുള്ള തരത്തിലുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.